നമസ്കാരം. മോഷണം നടത്തിയിട്ട് വീൽ ചെയറിൽ രക്ഷപ്പെടുക, വീൽ ചെയറിൽ രക്ഷപ്പെടുന്ന ആളുടെ പിന്നാലെ പോലീസ് വാഹനങ്ങൾ ചേസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള രംഗങ്ങളാണ്. പക്ഷേ ശരിക്കും ഇത്തരത്തിൽ ഒരു രംഗം ബ്രിട്ടനിൽ നടന്നിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വീൽ ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീടുകൾ ഉപയോഗിക്കുന്ന വീൽ ചെയർ അല്ല ഇതെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന സ്കൂട്ടറുമായി ചെറിയൊരു രൂപസാദൃശ്യമുള്ള ഒരു വീൽ ചെയറാണ് ഇത്. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡിൽ വലിയൊരു വാണിജ്യ സമുച്ചയത്തിലെത്തിയ ഒരു സ്ത്രീയാണ് ഈ കടയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ട് ഈ വീൽ ചെയറിൽ കയറി രക്ഷപ്പെട്ടത്. പക്ഷേ അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പെട്ടെന്ന് തന്നെ മോഷണ വസ്തുക്കളുമായി ഒരാൾ പുറത്തേക്ക് പോയതായി അതിൻ്റെ സൈറൺ മുഴക്കിയപ്പോഴാണ് കടയിലെ ജീവനക്കാർക്കും കഥ മനസ്സിലായത്. പക്ഷേ അതിനിടയ്ക്ക് ഈ സ്ത്രീ തൻ്റെ വീൽ ചെയറിൽ കയറി അമിത വേഗത്തിൽ റോഡിലൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ വരെ അറിയിക്കുകയും പോലീസുകാരെത്തുമ്പോൾ കാണുന്ന കാഴ്ച വീൽ ചെയറിൽ നല്ല സ്പീഡിൽ കടന്നു പോകുന്ന ഒരു സ്ത്രീയെയാണ്. അവരും തൊട്ടുപിറകെ നിന്ന് ഈ വീൽ ചെയറിനെ ചേസ് ചെയ്യുകയായിരുന്നു. നമ്മൾ സിനിമകളിൽ കാണുന്ന പോലുള്ള രംഗമാണ് അവിടെ നടന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർ പലരും പറയുന്നത് മറ്റ് വാഹനങ്ങൾക്കോ അതല്ലെങ്കിൽ ഈ സ്ത്രീ സഞ്ചരിച്ചിരുന്ന വീൽ ചെയറിനോ പോലും ഒരു തരത്തിലുമുള്ള തകരാറ് സംഭവിക്കാത്ത വിധത്തിൽ അത്ര ശ്രദ്ധിച്ചാണ് പോലീസ് ഇവരെ ചേസ് ചെയ്തിരുന്നത് എന്നാണ്. ഏതായാലും ഈ സ്ത്രീക്ക് അധിക ദൂരം അവരുടെ വീൽ ചെയറിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നറിയാം. എങ്കിലും അവർ ശ്രമം നടത്തി നോക്കിയതായിരുന്നു. ഒടുവിൽ പോലീസ് അവരെ ഓവർടേക്ക് ചെയ്യുന്നു. വാഹനം കുറുകെ കൊണ്ട് നിർത്തിയതിന് ശേഷം അവരെ പിടികൂടുന്നു. തുടർന്ന് ഇവരുടെ ശരീരത്തിലും വാഹനത്തിലൊക്കെ നടത്തിയ പരിശോധനയിൽ നിന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇവർ മോഷ്ടിച്ചെടുത്ത പല വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെടുക്കുന്നു. ഏതായാലും പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ കടക്കാർക്ക് പരാതി ഇല്ലായിരിക്കാം. പിന്നെ ഒരു സ്ത്രീയാണ്, ഒരുപക്ഷെ വീൽ ചെയർ വന്നതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ശരീര പ്രശ്നങ്ങളുള്ള ആളാണോ എന്ന് അറിയില്ല, ഒരുപക്ഷെ അംഗപരിമിതിയുള്ള ആളാണോ എന്നും അറിയില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പോലീസ് പിന്നീട് ഇവരുടെ പേരിൽ അധികം നടപടികൾക്ക് മുതിരാത്തത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാണ്. വീൽ ചെയറിലൊരു സ്ത്രീ മോഷണ വസ്തുക്കൾ കൊണ്ട് പായുമ്പോൾ തൊട്ടുപിറക്കിയെന്ന് സൈറൻ മുഴക്കി നീല ലൈറ്റുമിട്ട് പോലീസ് വാഹനങ്ങൾ ഇതിനെ ചേസ് ചെയ്യുകയും ഒടുവിൽ പിടികൂടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള രംഗം കാണാൻ ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഈ രംഗങ്ങൾ നമുക്ക് കാണാനും കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണ് ഇവർ ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ്. ഏതാണ്ട് 280ഓളം ഷോപ്പുകളുള്ള വലിയൊരു വാണിജ്യ ശൃംഖലയിലാണ് ഇവർ മോഷണത്തിനായി കയറിയത്. ഇംഗ്ലണ്ടിലെ 12ാമത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ശൃംഖലയായിരുന്നു ഇത്. എന്നിട്ട് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് ഇവർ മോഷണ വസ്തുക്കളും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ അലാറം മുഴങ്ങിയതും ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞതും. ഇതിന് ജീവനക്കാർക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരമറിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരെ വഴിയിൽ വെച്ച് തന്നെ പിടികൂടാൻ കഴിഞ്ഞതും. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാണ്.